ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ്. വിക്ടോറിയ കോളേജിലെ കന്നി വോട്ടർമാരെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കന്നി വോട്ടർമാർ മാത്രമല്ല, രണ്ടാം തവണയൊക്കെ വോട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും യൂത്തിന്റെ ഒരു നിലപാട് നിർണായകമാണ്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യുവജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും നമുക്കൊന്ന് അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. തെരഞ്ഞെടുപ്പിനെ പ്രധാനമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പിലിപ്പോ എന്തേലും മാറ്റം വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പോ ഇതുവരെ ഉള്ളതിലൊന്നും നമുക്ക് അങ്ങനെ വലിയ നല്ല അഭിപ്രായമല്ല പൊതുവെ എല്ലാവർക്കും. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ മാറ്റങ്ങൾ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനത്തെ സ്ഥാനാർത്ഥികളോട് വെച്ച് കഴിഞ്ഞാല് അധികം കൂടുതൽ കൈയിട്ട് വരാത്ത ടീമിനോടാണ് താല്പര്യം. എങ്ങനത്തെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോ എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ജയിച്ചു വരുന്നവരോട്, വോട്ട് ചെയ്യാൻ പോകുന്നവരോട് എന്താ പറയാനുള്ളത്? എങ്ങനത്തെ ആളെ തെരഞ്ഞെടുക്കേണ്ടത്? വോട്ട് ചെയ്യാൻ പോകുന്നവരോട് എന്താ പറയാ, ആളെ നോക്കിയെടുക്കുക. രാഷ്ട്രീയമാണേലും വ്യക്തമായ നിലപാടുണ്ടാക്കിയിട്ട്. എത്രാമത്തെ വോട്ടാ? എന്റെ ഫസ്റ്റ് വോട്ടാണ്. വ്യക്തമായ നിലപാടുണ്ടാവുക എന്നുള്ളതാണ്. ഈ പലതരത്തിലുള്ള പ്രചരണങ്ങൾ വരും, പക്ഷെ സ്വന്തം നിലപാടുണ്ടാവുക എന്നുള്ളതാണ് മെയിൻ കാരണം. സ്വന്തം നിലപാടുണ്ടാക്കിയിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് വോട്ടാണോ ചെയ്യാൻ പോകുന്നത്? എന്താണ് അഭിപ്രായം? എങ്ങനത്തെ ആളുകളാണ് വരേണ്ടത്? എങ്ങനത്തെ സ്ഥാനാർത്ഥികളാണ് വരേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതായത് നമുക്ക് ഇപ്പൊ ഓരോ പാർട്ടീസിനും അതിന്റെ ഒരു ഡ്രോബാക്സും ഉണ്ടാവും, അതേപോലെ പ്രോസും കോൺസും എല്ലാം പാർട്ടിക്ക് ഉണ്ടാവും എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. നമ്മുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആവും. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാ, ഇവള് വിചാരിക്കുന്നുണ്ടാവാ. അപ്പോ നമ്മുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട്, ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ വേണം. അതുപോലെ തന്നെ എല്ലാരും അത്യാവശ്യം അതിനോട് യോജിക്കുന്നത്, അതായത് ആൾക്കാരെ അറിഞ്ഞ് ഡിസിഷൻസ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ വേണം. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാം ഇപ്രാവശ്യത്തെ ആദ്യം. ഈ പൊതുവെ എങ്ങനെയാ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എങ്ങനത്തെ ആള് വരണം എന്നാണ് ആഗ്രഹം? എന്തായാലും ഇനി ഭരിച്ച പോലെ ഒരു ഭരണം ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ഒരു 5 വർഷം അവർ ഭരിച്ചു, രണ്ടാം ഭരണത്തിലേക്ക് അവർ വീണ്ടും കാലുവെച്ചു. പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഈ തലമുറയിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ. മോദി സർക്കാർ 2 തവണ ഭരിച്ചു, ഇല്ല എന്നല്ല പറഞ്ഞത്. ഒരിക്കൽ കേരളം മാറ്റി കൊടുക്കണമല്ലോ. ഇപ്പൊ CPM-ന്റെ ഭരണം എന്താണെന്നും എങ്ങനെയാണെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തവര് വരട്ടെ, ഒരു മാറ്റം എല്ലാവർക്കും വേണമല്ലോ. ഇപ്പൊ BJP-ക്കാർ ഒന്നാകെ വേറെയാണ്, അല്ലെങ്കിൽ അവര് രാഷ്ട്രീയമല്ല പറയുന്നത്, മതമാണ് പറയുന്നത് എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കൽ ഭരിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഇല്ല എന്നറിയണമെങ്കിൽ അതിന് വേണമല്ലോ. ആയിക്കോട്ടെ, നമ്മള് ഇനി വരുന്ന ഇലക്ഷനിൽ എന്തായാലും എന്റെ വോട്ട് ഞാൻ BJP-ക്കേ ചെയ്യത്തുള്ളൂ. കാരണം അതെങ്ങനെയായാലും CPM-ന്റെ ഭരണം എന്താണെന്ന് ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. അതിനൊരു അനുഭവസ്ഥ കൂടിയാണ് ഞാൻ. കാരണം എന്റെ അച്ഛൻ ഒരു KSRTC ജീവനക്കാരനാണ്. ശമ്പളത്തിന്റെ കാര്യത്തിൽ വളരെ വളരെ മനോഹരമായിട്ട് അവർ നീക്കിക്കൊണ്ടു പോകുന്നുണ്ട്. എനിക്കതറിയാം. ഇനിയൊരു വോട്ട് CPM-ന് കൊടുക്കില്ല. വരുന്നെങ്കിൽ അത് BJP-ക്കുള്ള ഒരു വോട്ടായിരിക്കും, വേറൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് വോട്ടാണ്. എങ്ങനത്തെ ഇപ്പോ 2 തവണ കേന്ദ്രത്തിൽ BJP വന്നു, അതുപോലെ തന്നെ മറ്റു പലരും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. എങ്ങനത്തെ ആളുകൾ വരുന്നതിനോടാണ് ഇഷ്ടം? നാടിന് നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ആൾക്കാർ വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾക്കും നാട്ടിലും നാട്ടുകാർക്കും നല്ലതായിരിക്കണം. എങ്ങനത്തെ ആളുകളോടാണ് താല്പര്യം? തെരഞ്ഞെടുപ്പിൽ ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എന്ത് കാഴ്ചപ്പാടുള്ള ആളുകളോടാണ് താല്പര്യം? കാഴ്ചപ്പാട് നമ്മുടെ നാടിന് വേണ്ടി നല്ലത് ചെയ്യണമല്ലോ, വികസനം വരണം. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിത്തരാൻ പറ്റണ ആൾക്കാരാണ്. നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് വോട്ടാണോ? എത്രാമത്തെയാ? രണ്ടാമത്തെ. എങ്ങനത്തെ ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത്? എന്താണ് നിങ്ങൾ യൂത്തിന്റെ ഒരു കാഴ്ചപ്പാട്? എന്താ? അങ്ങനെയല്ല, എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരാളായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത്. സൊസൈറ്റിക്ക് എത്രത്തോളം അവരുടെ പ്രവർത്തനം സൊസൈറ്റിക്ക് എത്രത്തോളം ഗുണകരമാകണം? എങ്ങനെയാണ് കാണുന്നത്? നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ആൾക്കാർ തന്നെയാവണം. രാഷ്ട്രീയപരമായിട്ട് ആണോ? രാഷ്ട്രീയപരമായിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല, കൃത്യമായിട്ട് ജനങ്ങൾക്ക് നല്ലതും അതുപോലെ സമൂഹത്തിന് വേണ്ടുന്ന വിധത്തില് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കണം ഭരണം ഏറ്റെടുക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. എങ്ങനത്തെ ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഭരണത്തിന് വിലയിരുത്തുന്നത്? സമൂഹത്തിന് നല്ലത് സൃഷ്ടിക്കുന്നവരെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണെങ്കിലും വികസനം മുൻനിർത്തിയിട്ട് വേണം പ്രവർത്തിക്കാൻ എല്ലാവരും. എങ്ങനെയാണെങ്കിലും നല്ല ആൾക്കാർ വരണം എന്ന് ആഗ്രഹിക്കണം. രാഷ്ട്രീയപരം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വികസനം ആര് കൊണ്ടുവരുന്ന അവരുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കണം. താഴേക്കടയുള്ള ജനങ്ങളുടെ ക്ഷേമം കൂടി അവരെ സഹായിച്ചുകൊണ്ടുള്ള പ്രവർത്തനം,
ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് വോട്ടാണോ? നിങ്ങൾ വോട്ട് ചെയ്തതാണോ മുമ്പ്? ഇത്തവണ വോട്ടുണ്ടോ? ഇല്ല, വോട്ടില്ല. എങ്ങനത്തെ ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത്? ഇപ്പൊ നമ്മൾ ഈ പൊതുവെ നമ്മുടെ MP നെയൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയാണ്? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാരും കൂടി പരിഗണിക്കുന്ന ഒരാള്. അങ്ങനത്തെ ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതെ, ഒരു സെക്ഷനെ മാത്രം മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷന് മാത്രം എന്താ പറയാ കൺസിഡർ ചെയ്തുകൊണ്ട് ആയിരിക്കരുതല്ലോ. എങ്ങനത്തെ ആളുകൾ ഫ്രഷ് വോട്ടുണ്ടോ? ആദ്യ വോട്ടാണ്. എങ്ങനെയാണ് ആദ്യ വോട്ട് ഇങ്ങനത്തെ ആളുകൾക്ക് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ അല്ല, ഞാൻ വടകരയാണ്. ആ. അപ്പോ നല്ല ആളുകൾ വരണം. വടകര ഷാഫിയാണോ ഷൈല ടീച്ചർക്കാണോ സാധ്യത? എന്റെ വോട്ട് ആർക്കാണെന്നുള്ള പറയണ്ടല്ലോ. ആ, സാധ്യത ആഗ്രഹമുണ്ട് ഒരാൾ ജയിക്കണമെന്ന്. അതാരാണ്? ശൈലജ ടീച്ചർ. ഫസ്റ്റ് വോട്ടാണ് തവണ. ഫസ്റ്റ് വോട്ടാണ്. എങ്ങനത്തെ ആളുകൾ ജയിക്കണം എന്നാണ് വിവരമുള്ള ആളുകൾ ജയിക്കണം, അത്രേ ഉള്ളൂ. സമൂഹത്തിൽ ഇത്തിരി ബുദ്ധിയും ബോധമുള്ളവർ, മതത്തിന്റെ പേരിൽ പരസ്പരം കലയിക്കാത്തൊരു സമൂഹം ഉണ്ടാകുന്ന ആളുകൾക്ക് അവർക്ക് തന്നെയാണ് എന്റെ വോട്ട്. അപ്പൊ തന്നെ വ്യക്തമല്ല ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വോട്ടാണോ തവണ? എങ്ങനത്തെ ആളുകൾ ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സമൂഹത്തിന്? എന്ത് ചെയ്യുന്നത്? അതൊന്നും നമുക്കറിയില്ല. നല്ല ചെയ്യുന്ന ആൾക്കാര്, നല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് എങ്ങനത്തെ ആള് ജയിക്കണം ഇലക്ഷനിൽ? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. വാഗ്ദാനം മാത്രമാവരുത്, പ്രവൃത്തിയിലൂടെ കാഴ്ചവെക്കണം. അങ്ങനെ ഒരാളാണ് ജയിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ആദ്യത്തെ വോട്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. ആദ്യത്തോട്ടാണോ? ആദ്യത്തോട്ടല്ല, രണ്ടാമത്തെ. എന്നാലും എങ്ങനത്തെ ആളുകളാണ് പൊതുവെ വരേണ്ടത് സമൂഹത്തിന് ഇത്രത്തോളം ഗുണകരമാകുന്ന ആളുകൾ? ഞാൻ ഇന്നും അതന്നെ പറയണേ, ഒരിക്കലും ഞാൻ പാർട്ടിനെ നോക്കി ചെയ്യത്തില്ല. ആരാ നിക്കണെന്ന് വെച്ചാൽ നല്ല ആൾക്കാരെ നോക്കി ചെയ്യാന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. കുട്ടികൾക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറയാതെ വികസന കാര്യങ്ങളിലും മതേതരമായി ചിന്തിക്കുന്നവരും ക്വാളിറ്റി ഉള്ള ആളുകളും തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. തങ്ങളുടെ വോട്ട് അത്തരത്തിലുള്ള ആളുകൾക്കാണ്, രാഷ്ട്രീയം നോക്കാതെ എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം S. വിനേഷ് കുമാർ, News 18 പാലക്കാട്.